ഒരു അഭിനേതാവിൽ അനവധി അഭിനേതാക്കൾ. ശ്രീ മമ്മൂട്ടി പത്മഭൂഷൺ ജേതാവ് 2026. സിനിമയെ സ്വപ്നം കണ്ടിരുന്ന നാട്ടിൻപുറത്തുകാരനായ ഒരു ബാലൻ. വർഷങ്ങൾക്കപ്പുറം കഠിനാധ്വാനം അവനെ സിനിമയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. എന്റെ പിതാവ് എന്നെ ഒരു ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഒരു അഭിഭാഷകനായി, പിന്നീട് അഭിനേതാവായി മാറി. ഞാൻ ആദ്യമായി സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഒരു അഭിനേതാവാകണം എന്ന തീരുമാനത്തിലെത്തി. ആ ശ്രമം, ആ സ്വപ്നം, അതിനായുള്ള കാത്തിരിപ്പ് എല്ലാം കുട്ടിക്കാലം മുതൽക്കേ എന്നോടൊപ്പം വളർന്നു. കുറച്ച് ശ്രമങ്ങൾ നടത്തി. തുടക്കത്തിൽ 2-3 ചെറിയ വേഷങ്ങൾ ചെയ്തു. ഞാൻ അഭിഭാഷകനായി വിവാഹം ചെയ്തു. അതിനുശേഷമാണ് വലിയൊരു വേഷം ചെയ്യാനുള്ള അവസരം വന്നത്. പക്ഷെ ഭാഗ്യമോ നിർഭാഗ്യമോ ആ ചിത്രം പൂർത്തിയാകാതെ പോയി. ഞാൻ അമേച്ചർ തിയേറ്ററിൽ പ്രവർത്തിച്ചിരുന്നു. ആദ്യം മിമിക്രിയൊക്കെ ചെയ്തിരുന്നു. സമയം കിട്ടുമ്പോൾ നാടകത്തിലും അഭിനയിച്ചിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം സിനിമയായിരുന്നു. വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. പല ആളുകളെ കണ്ടു, സംവിധായകരെ കണ്ടു. അവർ ചില പിഴവുകൾ കണ്ടെത്തി എനിക്ക് അവസരങ്ങൾ നിഷേധിച്ചു. വിഷമം തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ അവസാനം ഞാൻ MD കണ്ടുമുട്ടി. അദ്ദേഹം എന്നെ വിശ്വസിച്ചു, എനിക്കൊരവസരം തന്നു. തുടക്കം നിരന്തര പരിശ്രമങ്ങൾ. സിനിമ എന്ന മാധ്യമത്തെ പഠിച്ചു, അതിൻ്റെ സാങ്കേതികതകൾ പഠിച്ചു. സാധാരണ ഒരു അഭിനേതാവായി മാറാൻ ഏറെ സമയമെടുത്തു. ഒരു കഥാപാത്രത്തെ ഞാൻ വെല്ലുവിളിയായി കരുതുന്നില്ല. കാരണം തികഞ്ഞ അഭിനിവേശം, സമർപ്പണം, സത്യസന്ധത ഇവയാണ് എൻ്റെ ശക്തി. എപ്പോഴും ഒരു അഭിനേതാവായിരിക്കണമെന്നതായിരുന്നു എൻ്റെ സ്വപ്നം. ഒരു താരമാകണമെന്നായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോഴും അഭിനേതാവാണ്. എന്നും ഒരു അഭിനേതാവായിരിക്കും. ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വിവാഹിതനായി. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മകനും ഒരു മകളും. മകൻ ഒരു അഭിനേതാവാണ്. മകൾ ഒരു ചിത്രകാരിയും. ഭാര്യ വീട്ടമ്മയാണ്. എന്റെ കുടുംബം എല്ലായ്പ്പോഴും എന്നെ പിന്തുണച്ചു, പ്രോത്സാഹിപ്പിച്ചു. പുതുതായി സിനിമയിലേക്ക് വരുന്ന പുതുമുഖ സംവിധായകരെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പുതിയ തലമുറയ്ക്ക് എന്നെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാനാവും. അതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ മമ്മൂട്ടി പത്മഭൂഷൺ ജേതാവ് 2026. കോടി കോടി നമസ്കാരം.